അപ്പോൾ ഇന്നിവിടെ ഞാനൊരു ആൻറ്റി ഏജിങ് പാക്ക് തയ്യാറാക്കാൻ പോവുക. ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഓയിലുകൾ കുറയാൻ തുടങ്ങും. ആ സമയത്ത് എല്ലാവർക്കും ഇപ്പോൾ പാർലറിൽ പോയി ആൻറ്റി ഏജിങ് ഫേഷ്യൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഒരു ടൈറ്റനിങ് പാക്ക് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കാം. ഈ പാക്ക് നമുക്ക് വീട്ടിൽ ഉള്ള ഐറ്റംസൊക്കെ വെച്ചതാണ് ഇന്നിവിടെ പാക്ക് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സുൾ. ഇതിപ്പം 200 mgയുടേതാ, 200, 400, 600 ഏത് ഇഷ്ടമുള്ള വൈറ്റമിൻ ഇയുടെ ക്യാപ്സുൾ അങ്ങനെ വേണം. പിന്നെ വേണ്ടത് മുട്ടയുടെ വെള്ള, എഗ് വൈറ്റ് വേണം. അതേപോലെ നമുക്ക് ഇത് അരി പൗഡറാണ്, പച്ചരി പൗഡർ, ഗോതമ്പ് മാവ്, തേന്, പിന്നെ ശകലം കാപ്പിപ്പൊടി, പിന്നെ അലോവേറയുടെ ജെല്ല്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ബദാം ഓയിൽ കൂടെ ആഡ് ചെയ്യാം. ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ കൂടെ വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊരു ടൈറ്റനിങ് പാക്ക്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഫേസ് ടൈറ്റനിങ് പാക്ക് തയ്യാറാക്കാം. ഇത് റിങ്കിൾസ് മാറാനും സാഗിങ് കുറയ്ക്കാനൊക്കെ നല്ലൊരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ മിക്സിങ് നമുക്ക് 1/2 ടീസ്പൂൺ പച്ച അരി പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഗോതമ്പ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് കോഫി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് തേന്. ഇതൊരു മോയ്സ്ചറൈസർ, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്കിതുപോലെ ഏതെങ്കിലും പാക്കിനകത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ മോയ്സ്ചറൈസർ. പിന്നെ നമുക്കിതിൽ മെയിൻ ആവശ്യമായിട്ടുള്ളത് എഗ് വൈറ്റാണ്. ഇത് നമുക്ക് ഒരു 2 ടീസ്പൂണ് ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു ശകലം അലോവേറയുടെ ജെല്ല്, ഒരു 2 ഡ്രോപ്സ്, ഒരു 1/4 ടീസ്പൂൺ അലോവേറ ഡ്രോപ്സ്. ഇത്രയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തിപ്പം റൈസ് പൗഡറുണ്ട്, വീറ്റ് പൗഡറുണ്ട്, അലോവേറ ജെല്ലുണ്ട്, ഹണിയുണ്ട്, കോഫി പൗഡറുണ്ട്. ഇത്രയും നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കൊരു വൈറ്റമിൻ, ഇതിപ്പോൾ 200 mgയുടെ വൈറ്റമിൻ ഇ. ഇത് നമുക്ക് 400 mg ഉണ്ട്, 600 ഉണ്ട്. 600 വാങ്ങിക്കുന്നത് നല്ലത്. നമ്മളിപ്പോൾ 200 ആയതുകൊണ്ട് ഇതിന് 2 ക്യാപ്സൂൾ നമ്മൾ എടുക്കുന്നു. ഇതേപോലെ 2 ക്യാപ്സൂൾ എടുക്കുന്നു. നമ്മൾ ഒന്നുകിൽ പിന്നി വെച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ കത്രിക വല്ലതും വെച്ച് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇതുപോലെ അതിൽ സിറം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ വൈറ്റമിൻ ഇയുടെ സിറം കൂടെ ഇതിൽ അപ്ലൈ ചെയ്തു. വൈറ്റമിൻ ഇയുടെ സിറം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതേപോലെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇതൊരു ഫേസ് ടൈറ്റനിങ് പാക്ക്. ഫേസ് ഇടുന്ന കണക്ക് കൈയൊക്കെ മസിൽ ലൂസായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വാക്സൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ഏജിൻ്റെതൊക്കെ മസിൽ ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാക്ക് കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ വരുന്ന ഞൊറിവ് ഇതിനെല്ലാം നമുക്ക് ഈ പാക്ക് വളരെ നല്ലതാണ്.
അപ്പോൾ ഇനി ഈ പാക്ക് എങ്ങനെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഫേസ് ടൈറ്റനിങ് പാക്ക് തയ്യാറാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഫേസിനകത്ത് അപ്ലൈ ചെയ്യാൻ പോവാം. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും ഫസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരു ക്ലെൻസിങ് ലോഷൻ എടുക്കുക. ടൈറ്റനിങ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഏത് ഫേസിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഈ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ക്ലെൻസിങ് മിൽക്കാണ്. ഇതുപോലൊരു കോട്ടൺ എടുത്തു, അതിനകത്തൊരു 3-4 ഡ്രോപ്സ് ക്ലെൻസിങ് മിൽക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കോട്ടൺ ഒന്ന് കയ്യിൽ തന്നെ ടെസ്റ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഈ കോട്ടൺ തന്നെ നമ്മളൊന്ന് തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വെച്ച് ഒന്നും കൂടെ ഫേസ് ക്ലീൻ ചെയ്യുന്നു. നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അപ്പോൾ നമ്മൾ മുന്നേ ആയിട്ട് ഏത് ക്ലെൻസിങ് മിൽക്കോ ക്ലെൻസിങ് ലോഷനോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതുപോലെ നല്ല ഫേസ് ക്ലീനാക്കി. ഇപ്പോൾ ഫേസ് ക്ലീനായി. ഈ ഫേസിനകത്ത് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യുകയോ എന്തിനു വേണമെന്നാണെങ്കിലും ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്താണ് പിന്നെ ഈ ഫേസിനകത്ത് ഒരു അഴുക്കൊന്നുമേ ഇല്ല. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഫേസ് ടൈറ്റനിങ് പാക്ക് നമ്മൾ തയ്യാറാക്കി. ഇതിനകത്ത് ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് നമ്മൾ ആഴ്ച 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിന്നിൻ്റെ കുഞ്ഞ് ഫൈൻ ലൈൻ വരെ മാറിക്കിട്ടും. ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. നമുക്ക് വീടുകളിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്ക് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പാക്ക് തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് പാർലറിലൊന്നും പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മളിനി ഒരു 20 മിനിറ്റ് ഇതുപോലെ കിടന്ന് സ്കിൻ നല്ല ടൈറ്റ് ആക്കണം. നല്ല ഉണങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഈ കണ്ണിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഉള്ളതുകൊണ്ട് ഉണങ്ങുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. 20 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് ടൈറ്റനിങ് പാക്ക് 20 മിനിറ്റ് ഫേസിൽ ഇപ്പോൾ നമ്മൾ ഇട്ടു. അതിൽ 20 മിനിറ്റ് കഴിഞ്ഞ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റായി. ഇതിന് ശേഷം നമ്മൾക്ക് ഒന്നുകിൽ പച്ചവെള്ളമോ അല്ലെങ്കിൽ പച്ചപ്പാലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ എന്തെങ്കിലും തൊട്ട് നമ്മളിതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതുപോലെ ലൈറ്റ് മസാജ് കൊടുത്ത് മസാജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് മസാജ് കൊടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ലാഫ് ലൈൻ കുറയ്ക്കും. ഫൈൻ ലൈൻ വരെ ഈ പാക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ ഫൈൻ ലൈൻ വരെ നമുക്ക് മാറ്റാൻ കഴിയും. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അതേപോലെ നമ്മൾ കഴുത്തേലും കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ ഇതേപോലെ മസാജ് കൊടുക്കാൻ പാടുള്ളൂ.
കൺപോളയ്ക്ക് പാക്ക് ഇടാൻ പാടില്ല. ഇതുപോലെ മസാജ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ലൈറ്റ് മസാജ് കൊടുത്താൽ കൺപോളയ്ക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു ലൈൻസൊക്കെ കുറവ് കിട്ടും. ഇതിനകത്ത് വൈറ്റമിൻ ഇ, ഹണി ഇങ്ങനെയുള്ളതെല്ലാം കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫേസിലുള്ള ടാൻ മാറുകയും സ്കിൻ നല്ല ഗ്ലോ ആവുകയും ചെയ്യും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഓക്കെ അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഫേസ് ടൈറ്റനിങ് പാക്ക് ഇട്ടു, ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്തു. നമ്മൾ ഏത് പാക്കിട്ട് വാഷ് ചെയ്താലും അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസോ പുറത്തൊക്കെ പോകണമെങ്കിൽ ഒരു സൺബാനോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു സ്വല്പം എടുക്കുക, ഒരു ശകലം ക്രീം എടുക്കുക, നമ്മൾ ഒരു ലൈറ്റ് മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഫേസ് ടൈറ്റനിങ് പാക്ക് ഇട്ടു, 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പച്ചവെള്ളമോ പച്ചപ്പാലോ ഫ്രൂട്ട് ജ്യൂസോ എന്തെങ്കിലും തൊട്ടൊന്ന് മസാജ് ചെയ്തു. അതിനുശേഷം ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ചേച്ചി തന്നെ ചോദിക്കാം, എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഫേസ് പാക്ക്? എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇത് നല്ല സൂത്തിങ് എഫക്റ്റാണ്. ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നു. ടൈറ്റനിങ് ആൻഡ് ഫീലിംഗ് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നല്ല ടൈറ്റനിങ് ആയിട്ട് തോന്നുന്നു, ഫേസ് നല്ല സ്മൂത്തായിട്ട് തോന്നുന്നു. ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ള പാക്കാണ് നമ്മളിന്ന് വിട്ടിരിക്കുന്നത്. ഇത് എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നിന്നും നല്ല റിങ്കിൾസൊക്കെ മാറി ഫൈൻ ലൈൻ വരെ മാറുന്ന ഒരു പാക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. എടുത്തു.